ഹരി ഓം. അധ്യായം 13. പൂതനാമോക്ഷം. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ശ്രീനാരദൻ പറഞ്ഞു: രാജാവിന് നികുതി നൽകാനും വസുദേവന്റെ ക്ഷേമം ചോദിക്കാനും അതോടൊപ്പം തൻ്റെ മകൻ്റെ ജനനോത്സവത്തെക്കുറിച്ച് വസുദേവനെ അറിയിക്കുവാനും വേണ്ടി നന്ദൻ മധുരയിലേക്ക് പോയി. ആ അവസരത്തിൽ കംസൻ അയച്ച പൂതന എന്ന രാക്ഷസി നഗരങ്ങളിലും ഗ്രാമങ്ങളിലും സഞ്ചരിച്ചുകൊണ്ട് എല്ലാ കൈക്കുഞ്ഞുങ്ങളെയും കൊന്നു. നന്ദന്റെ വീട്ടിലെ ജനനോത്സവത്തെക്കുറിച്ച് അറിഞ്ഞ പൂതന അവിടേക്ക് ചെന്നു. ഗോപന്മാരും ഗോപികമാരും നിറഞ്ഞ ഗോകുലത്തിലേക്ക് വന്ന ആ രാക്ഷസി 16 വയസ്സുള്ള ഒരു സുന്ദരിയായ പെൺകുട്ടിയുടെ രൂപം കൈക്കൊണ്ടു. അത്യധികം സുന്ദരിയായിരുന്നതിനാൽ ആരും അവളെ തടഞ്ഞില്ല. രോഹിണിയെയും യശോദയെയും അവഗണിച്ച് അവൾ ശിശുവായ ശ്രീകൃഷ്ണനെ മടിയിലിരുത്തി ലാളിച്ചു. ശേഷം തൻ്റെ കൊടും വിഷം പുരട്ടിയ സ്തനങ്ങൾ പുറത്തെടുത്തിട്ട് ആ ശിശുവിന് മുലപ്പാൽ നൽകി. ബാലസ്വരൂപിയായ ഭഗവാൻ മുലപ്പാലിനൊപ്പം അവളുടെ ജീവശ്വാസവും വലിച്ചു കുടിച്ചു. വേദനയാൽ നിറഞ്ഞ സ്തനവുമായി വിടൂ വിടൂ എന്ന് നിലവിളിച്ചുകൊണ്ട് അവൾ ശിശുവിനെ കൂട്ടി പുറത്തേക്കോടി. അവളുടെ മായാസ്വരൂപം കൈവിട്ട് അതിഭയങ്കരിയായ രാക്ഷസിയായി മാറി. പ്രാണവേദനയാൽ അവളുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി, കൈകാലുകൾ വിയർത്തു. അതിഭയങ്കരമായ ശബ്ദത്തോടെ അവൾ ഭൂമിയിൽ മരിച്ചു വീണു. അവളുടെ ദേഹം പതിച്ചപ്പോൾ കുറെ മരങ്ങൾ നശിച്ചുപോയി. ഇതു കണ്ട ഗോപരിൽ ഒരാൾ പറഞ്ഞു: അയ്യോ, ആ കുട്ടി ജീവനോടെ ഇരിക്കാൻ സാധ്യതയില്ല. അമ്പരപ്പോടെ യശോദയും രോഹിണിയും ഉൾപ്പെടെ എല്ലാവരും അവിടെ എത്തിയപ്പോൾ ഭഗവാൻ അവളുടെ മാറിലിരുന്ന് മന്ദഹസിച്ച് കളിക്കുന്നതായിട്ടാണ് അവർ കണ്ടത്. അവർ ആ ശിശുവിനെ അവിടെ നിന്നും എടുത്തു. ആ ബാലനെ യമുനാ നദിയിലും പാലിലും കുളിപ്പിച്ച ശേഷം ദോഷപരിഹാരത്തിനായി ശ്രീകൃഷ്ണ കവചം ചൊല്ലി. യശോദ പുത്രന് മുലപ്പാൽ നൽകി. യശോദ ബ്രാഹ്മണർക്ക് അനേകം ദാനങ്ങളും നടത്തി. അപ്പോഴേക്കും നന്ദഗോപനും മറ്റ് ഗോപന്മാരും മധുര നഗരത്തിൽ നിന്നും തിരിച്ചെത്തി. പൂതനയുടെ മൃതശരീരം കണ്ട് അവർ ഭയപ്പെട്ടു. യമുനാ തീരത്ത് ആ മൃതശരീരം മഴ കൊണ്ട് വെട്ടിയ ശേഷം ദൂരെ കൊണ്ടുപോയി ദഹിപ്പിച്ചു. എന്നാൽ ആ മൃതശരീരത്തിൽ നിന്നും ഉയർന്ന പുക വളരെ സുഗന്ധപൂരിതമായിരുന്നു. അങ്ങനെ ഭഗവാൻ പൂതനയ്ക്ക് മോക്ഷം നൽകി. ശ്രീ ബഹുലാശ്വന്റെ ചോദ്യത്തിന് മറുപടിയായി നാരദൻ പൂതനയുടെ പൂർവ്വവൃത്താന്തം വിവരിച്ചു. ഒരിക്കൽ മഹാബലി രാജാവിൻ്റെ യജ്ഞസദസ്സിലേക്ക് ഭഗവാൻ വാമനൻ കടന്നു വന്നപ്പോൾ ബലിയുടെ പുത്രിയായ രത്നമാലയ്ക്ക് വാമനനോട് ഒരു പുത്രനോട് ഉള്ളതുപോലെ അതിയായ സ്നേഹവും വാത്സല്യവും തോന്നി. വാമന ഭഗവാന് മുലപ്പാൽ നൽകാനും രത്നമാല മനസ്സാൽ ആഗ്രഹിച്ചു. വാമനൻ തൻ്റെ ഭക്തിയായ രത്നമാലയ്ക്ക് ഇതിനൊരു അവസരമുണ്ടാകാൻ അനുഗ്രഹിച്ചു. അങ്ങനെ അവൾ പൂതനയായി ജനിച്ച് ശ്രീകൃഷ്ണന് മുലപ്പാൽ നൽകി തൻ്റെ ആഗ്രഹം സാധിച്ച ശേഷം മോക്ഷപ്രാപ്തി നേടി. ഇവിടെ 1-ാം ഖണ്ഡത്തിലെ 13-ാം അധ്യായം സമാപിക്കുന്നു. ഭഗവാൻ പൂതനയ്ക്ക് മോക്ഷം നൽകിയ ശേഷം ഗോപികമാർ സ്തുതിച്ച ശ്രീകൃഷ്ണ കവചം ഇവിടെ ഉൾപ്പെടുത്തുന്നു. ഹരി ഓം. ശ്രീകൃഷ്ണ തേ ശിരഃ പാതു വൈകുണ്ഠകണ്ഠമേവ ഹി ശ്വേതദ്വീപപതി കർണൗ നാസികാം യജ്ഞരൂപദൃക് നൃസിംഹോ നേത്രയുഗ്മം ച ജിഹ്വാം ദശരഥാത്മജഃ അധരാവതാം തേ തു നരനാരായണാം ഋഷി കപോലൗ പാതു തേ സാക്ഷാത് സനകാദ്യം കലാഹരേഃ ഫാലം തേ ശ്വേതവാരാഹോ നാരദോ ഭ്രൂതലേവതു ജിബുകം കപിലഃ പാതു ദത്താത്രേയഃ പുരോവതു സ്കന്ധോ ദ്വാവൃഷഭഃ പാതു കരോ മത്സ്യഃ പ്രപാതു തേ ദോർദണ്ഡം സതതം രക്ഷേത് പൃഥുഃ പൃഥുലവിക്രമഃ ഉദരം കമടഃ പാതു നാഭിം ധന്വന്തരി
उपदेशं च कटिन्ते वामनोऽवतु पृष्ठं परशुरामश्च तवोरूपादरायणः बलो जानुद्वयं पातु जङ्घे बुद्धः प्रपातु ते